ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് തന്നൊരു വർക്കായിരുന്നു, ആനിവേഴ്സറി ഫ്രെയിമിൻ്റെ ഒരു വർക്കായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള ഒരു വീഡിയോസാണ് ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടവർക്കറിയാം. മഞ്ഞപ്പീത്തായതുകൊണ്ട് തന്നെ എന്താ പറയുക, റെസ്റ്റും കാര്യങ്ങളും ആ ഒരു രീതിയിൽ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയിട്ട് വരുന്നത്. അതിനുകൊണ്ട് ഇനി ഡിലേ ആക്കണ്ട, കുറേ ആയാലും ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വെച്ചു. കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് 6x4 ഒരു ആനിവേഴ്സറി ഫ്രെയിമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ 6x4 ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഈ ഫ്രെയിം എടുത്തപ്പോൾ ഈ ഗ്ലാസ്സുമുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് കണ്ടു. അപ്പോൾ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്രിൻ്റ് എടുത്ത ഒരു ഫോട്ടോ നമ്മൾ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റും ഈ ചളിയൊക്കെ തന്നെ ആകുമ്പോൾ അതിൽ നമ്മൾ ഫൈനൽ ലുക്കിൽ സെറ്റായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഗ്ലാസ് എടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഇത് നൈസായ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതിനുകൊണ്ട് അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് എടുക്കാൻ. അങ്ങനെ ഇതാ ഫൈനലി നമ്മളെ കയ്യിൽ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഒന്നെങ്കിൽ ടിഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ ടവലായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇതാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. 6x4 സൈസിൽ തന്നെയാണ് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫ്രെയിമിൽ വെച്ച സമയത്ത് കുറച്ചും കൂടി സൈസ് ഓവറായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ എൻ്റെ കയ്യിലുള്ളൊരു പേപ്പറും അതിൻ്റെ ബാക്കിൽ വെച്ച് അങ്ങനെ സേഫ്റ്റി ആക്കി കൊടുത്തിട്ടാണ്. പിന്നെ ഫ്രെയിം വന്ന് എന്താ പറയുക, ഒരു കോഴിയുണ്ട്. കുറേ ആയി വോയിസ് റെക്കോർഡ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ശബ്ദം കാരണം ഞാൻ ഡിലീറ്റ് ആക്കും, പിന്നെയും റെക്കോർഡ് ചെയ്യും, പിന്നെയും ഡിലീറ്റ് ആക്കും. ഇതാണ് ഇപ്പോൾ അവസ്ഥ. അധികം വൈകാതെ ഇപ്പോൾ ഞാൻ അതിനെ കൊല്ലും. എവിടെയെന്ന് എനിക്കറിയില്ല കേട്ടോ കോഴി, പക്ഷേ എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിം ഒന്ന് വാപ്പിംഗ് ഷീറ്റായിട്ടൊന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു ന്യൂസ് പേപ്പറും വെച്ചിട്ട് ന്യൂസ് പേപ്പറിലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് കൊറിയർ അയക്കാനുള്ളതല്ല, എൻ്റെ സിസ്റ്റർക്ക് കൊടുത്താൽ അവൾ സ്കൂൾക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ അവളെ ഫ്രണ്ടിന് കൊടുക്കും. അപ്പോൾ പിന്നെ കൊറിയറൊന്നും അയക്കാനുള്ള അല്ലാത്തതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്നും പാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ന്യൂസ് പേപ്പറും പിന്നെ ഒരു ഷീറ്റിൻ്റെ ആ ഫ്രെയിമിന് വേണ്ട ഒരു ആവശ്യത്തിലുള്ള ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറായിട്ടൊന്ന് ഫ്രെയിം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക, ഞാൻ സ്റ്റെപ്പ് എന്നൊക്കെ പറയണേ, അതിന് മാത്രമുള്ള കാര്യമൊന്നുമില്ല. ഈ വാപ്പിംഗ് ഷീറ്റായിട്ടും കൂടി ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പ്രിൻ്റൊക്കെ വെച്ചതിന് ശേഷം ഫ്രെയിം സെറ്റായതിന് ശേഷം ബാക്കിൽ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ബ്ലാക്ക് ടേപ്പും കൂടി ഞാൻ ഒട്ടിച്ചേരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഷീറ്റായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ഫ്രെയിമിൻ്റെ വർക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.